കണ്ണൂർ എയർപോർട്ട് വഴി നാട്ടിലേക്ക് ഒരു കുഗ്രാമത്തിലൂടെയാണ് നാട്ടിലേക്കുള്ള യാത്ര. മോൻ്റെ വിളിയിൽ 2-ാം തീയതി വരേണ്ട ഞാൻ 1-ാം തീയതിയൊക്കെ 28-ലേക്ക് മാറ്റി. അങ്ങനെ വീട്ടിലേക്കുള്ള യാത്രയിലുള്ള നല്ല ഗ്രീനറി കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. കണ്ണൂർ ടു വടകര ആ വഴിക്കുള്ള ഗ്രീനറികളൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. ഇത് എവിടെയാണ് സ്ഥലം എന്നൊന്നും അറിയില്ല. ഇത് ഏതൊരു പാലാണ്, എളങ്ങോളിപ്പാല നസ്ബി. എളങ്ങോളിപ്പാല പുതുതായിട്ട് വന്ന പാലാണ്. കാർത്തികപ്പള്ളിയാന്ന് തോന്നുന്നില്ലേ, കാർത്തികപ്പള്ളിയല്ല. ഇങ്ങനെ അതിലൂടെയുള്ള യാത്രയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. വീട്ടുകാർക്ക് സർപ്രൈസാണ്, വീട്ടുകാർ അറിയാതെ പോവാണെന്ന് വിചാരിച്ചത്. അങ്ങനെ വില്യാപ്പള്ളി ഇറങ്ങി ചായ കുടിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ വില്യാപ്പള്ളി 6 മണിക്ക് ഇറങ്ങി. നൊസ്റ്റാൾജി ഞങ്ങളെ പണ്ടത്തെ ചായയുടെ ചിക്കൻ ഫ്രൈ കിട്ടുന്ന കയറിയാണ്. ഉപ്മാവ് അതൊക്കെ ലഭിച്ചു. നല്ല ഉപ്മാവാട്ടാ. അത് കഴിച്ച് വില്യാപ്പള്ളിൻ്റെ കുറച്ച് വീഡിയോസ് എടുത്തു. നേരെ ഞങ്ങൾ കൊളത്തൂർ റോട്ടിലേക്ക് പോകാനുള്ള പുറപ്പാടിലേക്കാണ്. പെട്ടിക്കാഴ്ചകൾ, വടകളും ഇടിയപ്പവും. ഇയാളൊക്കെ ഞങ്ങൾ മുന്നേ കണ്ടതാണ്. കുറേ ശരിയുണ്ടായിരുന്നില്ല. കേക്കല്ല ഇജോ ഗബീനാണെന്നല്ലേ രസമല്ലേ? കേൾക്കുന്നവർക്ക് അതല്ല രസമാണ്. ഗബീ നമുക്ക് കട്ടിയണം. ഇങ്ങനെ പാലോചിച്ചായിരുന്നു കഴിയുന്നത്. പക്ഷേ അയാൾ ഇരിക്കുന്നില്ല, ചെയ്യാൻ പറ്റും. ആ വീഡിയോ എടുത്ത് വില്യാപ്പള്ളി ടൗണ്, ഓക്കാട്ടി ടൗണിൽ അടിപൊളിയായി. മഞ്ചേരി ടൗണിൻ്റെ ഇപ്പോൾ ഉണങ്ങിയ ടൗണായി വില്യാപ്പള്ളിയുണ്ട്. പയ്യ ചാത്തോത്തിനത്. അങ്ങനെ വില്യാപ്പള്ളി ടൗണിനെക്കാട്ടും അതിസുന്ദരമായ കൊളത്തൂർ റോട്ടിലേക്കാണ് നമ്മൾ കയറുന്നത്. എൻ്റെ നാടായ കൊളത്തൂർ റോട്ടിലേക്ക് ടേൺ ചെയ്യുകയാണ്. ആ ടേണിങ്ങിലൂടെ ഞങ്ങൾ പോവുകയാണ്. അപ്പം കുറച്ച് നമ്മൾ ആശാനുണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ കുറച്ച് നല്ല യാത്രകൾ കാണാം. നല്ല അടിപൊളി റോഡ് കാണാം. വില്യാപ്പള്ളി ടൗണിനെക്കാട്ടും കിണ്ണം കാഴ്ച റോഡാണ് നമ്മളത്. വില്യാപ്പള്ളി ടു കൊളത്തൂരേക്കുള്ള യാത്ര കാണാം. ഇതാണ് നമ്മളെ കൊളത്തൂർ റോഡ്. വണ്ടി ഇങ്ങനെ ആവേശത്തിൽ പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ 6:30 മണി. വീട്ടിലേക്ക് സർപ്രൈസ് കൊടുക്കാനുള്ള വഴിയാണ്. അപ്പോൾ ഓരോ പീടികകളും ഇങ്ങനെ പാസ് ചെയ്ത് പോവാണ്. പണ്ട് സ്കൂളിൽ പോകുന്ന കാലത്ത് ഒരുപാട് കാലം സൈക്കിൾ എടുത്തിട്ടും നടന്നൊക്കെ പോയ വഴികളാണിത്. അങ്ങനെ ഞങ്ങൾ നാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ റോഡ് കാണും. കൊളത്തൂർ റോട്ടിലൊരു അമ്പലമുണ്ട്, 2-3 പള്ളിയുണ്ട്. 2 അമ്പലമുണ്ട്, 2-3 അമ്പലമുണ്ട്. ഇതാണ് തിരുവനമ്പലത്തിൻ്റെ ഏരിയ. അങ്ങനെ അസ്ലുവിൻ്റെ പുതിയ ഹിലാൽ റെസ്റ്റോറൻറ്റ് ഇതാണ്. അടിപൊളി ഡെലിവറി ചെയ്യുന്ന ഫുഡൊക്കെ ഉണ്ട് ഇവിടെ. അങ്ങനെ ഇതാണ് അസ്ലുവിൻ്റെ ഷോപ്പ്. പിന്നെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊളത്തൂർ റോഡ് മദ്രസ നമ്മൾ പഠിച്ച സ്കൂളിൽ വേണം ഇപ്പം. ഇത് നമ്മൾ പഠിച്ച മദ്രസേൻ്റെ ഏരിയയാണ്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ എന്താണ് പറയുക, പാറ. പണ്ട് ക്രിക്കറ്റ് കളിക്കുകയും വോളിബോൾ കളിക്കുകയൊക്കെ ചെയ്ത് ഞങ്ങളുടെ പാറയാണിത്. വോളിബോൾ ഗ്രൗണ്ടാണ് ഇപ്പം. പണ്ട് ഞാൻ LP സ്കൂളിൽ പഠിച്ച LP സ്കൂളാണിത്. LP സ്കൂൾ കഴിഞ്ഞു. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മഹല്ല് സെറാമ്പി ആണ് ഇനി മുന്നോട്ടുള്ളത്. തൈയുള്ള സെറാമ്പിയിലേക്കുള്ള വഴികളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാണും മക്കളെ, ഇതാണ് തൈയുള്ളതിൽ സെറാമ്പി. അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്തു. മുന്നിലൊരു വണ്ടി സൈഡ് തരുന്നില്ല. ആരോ ഭാര്യനെ പഠിപ്പിക്കുകയാണ്. പിന്നെ ഇനി നിങ്ങൾ കുറച്ച് കഥകൾ കാണും. പിന്നെ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയുള്ള പോക്കാണ്. പക്ഷേ വീട്ടിൽ ഞാൻ ശശിയായി, എല്ലാവരും കിടന്നുറങ്ങായിരുന്നു. ഞാൻ 1 മണിക്കൂർ പുറത്ത് കയറിയിരുന്നതാണ്. പുറത്ത് വെയിറ്റ് ചെയ്തിരുന്നു. സൗണ്ട് എടുക്കരുത് കേട്ടാ. പിന്നെ
ഐസുപ്പൂ ഐസ്ക്രീം ഒന്നേ പോണാ പോണാ. അങ്ങനെ വീട്ടിലേക്ക് എൻട്രിയിലേക്ക് വൈറ്റിച്ചിരിക്കുകയാണ്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് മെല്ലെ കാരി പോവാന്നാണ് വിചാരിച്ചത്. ആ വീടല്ല എൻ്റെ അവിടുന്ന് റൈറ്റ് സൈഡിലുള്ളതാണ് എൻ്റെ വീട്. അപ്പോൾ അപ്പുറത്തുനിന്ന് എവിടെ പോയാലും ഒരു തുരപ്പൻ ഷെമിയും ഉണ്ടാവും. ഷെബീറെ നീ എപ്പാ വന്നേന്ന് ഉറക്ക ഒരു വിളി. ശശി അപ്പുറത്തുനിന്ന് ആയിഷമ്മായി നീ എപ്പാ എത്തി പാളി. അങ്ങനെ ലാസ്റ്റ് മോൻ കണ്ട് മോൻ ഫുൾ ഹാപ്പി. കഴിച്ചോ കഴിച്ചോ ഫുഡ് അടിയും കൊച്ചു കൊച്ചു വർത്താ. അല്ല ഞാൻ എടുക്കുന്നില്ല അല്ല എടുക്കുന്നില്ല ഫുഡ് വീഡിയോ എടുക്കുന്നില്ല. തന്നെ നല്ല നാടൻ ദോശ, കടലക്കറി, സബ്ജി. നീ കാട്ടണ സിറാജ് ഫുള്ള് ഡയറ്റാ. പാലില്ല, ഷുഗറില്ല, അലർജി ആയതുകൊണ്ട് അല്ലാണ്ട് വേറെ തട്ട് കൊണ്ടു മറ്റേ പ്ലേറ്റ് കൊണ്ടുണ്ടാകും. വേറെ നേരം 2-3 പ്ലേറ്റ് അടക്കൊണ്ട് ഇറച്ചി തീർത്തി ഞാനായിട്ട്. ഓറ് ഭയങ്കര ആരോഗ്യകാരിയാണ്. ഇപ്പം മുഖം പറ്റി ചില്ലർക്കാരൊന്നുമില്ല. എൻ്റെ വലിയപ്പൻ ലൈറ്റാ തന്നെയാണ്. നല്ല ആരോഗ്യമുള്ള സീസൺ. ഇപ്പം ഈ ആരോഗ്യമുള്ള സീസൺ ആയിട്ട് ആ മക്കളൊറ്റയില്ല. ഒരുത്തരും 2 മക്കൾ കുറച്ചായിട്ട് തീരുന്നത്. വലിയപ്പ എന്ന് പറയുന്നിട്ടെന്ന് പറഞ്ഞാൽ എന്താ മുഴുത്ത കാലം വെച്ചാൽ ഇങ്ങനെ പിടിച്ചാൽ ബദിരിങ്ങ തക്കുവാനാവില്ല. പൊന്തിച്ച് കിട്ടിക്കും 5-6 ദിവസം. നിങ്ങളും കണ്ടിട്ട് അത്യാവശ്യം റൗഡിത്തരല്ലുണ്ടല്ലോ. ഞാനെന്ത് നമ്മളെല്ലാം പോയില്ലേ ചെറുപ്പത്ത് കുരുത്തിക്കടലുണ്ടോ അത് വേറെ ഒന്നും. ഇപ്പൊ നമ്മളെല്ലാം കാണുന്നില്ല. അമ്മോശൻ സാധാ ചോറ്, പച്ചക്കറി, മീൻ പൊരിച്ചത്, അച്ചാറ്, അപ്പലക്കറി, പേടി, മാന്താരി മുളക്. ഐസ് ഇരിക്കുന്നില്ല ചോറ് എന്നാ കഴിക്കാത്ത നല്ല വെള്ളരിക്കറി, പപ്പടം, അടിപൊളി നല്ല നത്തല് കറി, നത്തല് പൊരിച്ച്. നിങ്ങൾ ഇവിടുന്ന് എപ്പോഴും ചോറ് തിന്നിട്ടാണോ? അപ്പോൾ മോശം വന്നിട്ട് നത്തലും ആക്കൂറ ഇല്ലാലോ സാധാ ചോറ് കൊണ്ടു കൊടുത്താലോ. ഞാൻ സർപ്രൈസ് ആയിട്ട് വന്നത്. അപ്പോൾ ഇവിടെ ബിരിയാണി ഒന്നും ആക്കിയില്ല. ഞാൻ പറഞ്ഞ സാധാ ചോറ് ചാറ്, അതുകൊണ്ടാണ് സാധാ ചോറായോണ്ട് നിങ്ങളെ തീറ്റിച്ചേ. അങ്ങനെ ഒഴിവാക്കൂലോ. അങ്ങനെ ഒഴിവാക്കുക. എനിക്ക് സാധാ ചോറ് എന്നുള്ള ടേസ്റ്റ് നിങ്ങളെ ബിരിയാണിക്കൊന്നും കിട്ടൂല. അതുകൊണ്ട് എനിക്കൊന്നും വേണ്ട, ഇതന്നെ മതി. തന്നെ ആടുന്ന് എപ്പോഴും ബിരിയാണി തന്നെ ഹോട്ടൽ പോയാൽ. എന്നിട്ട് വെയിറ്റിൽ ഒരു സാധനം ബാക്കിയാണെന്നില്ലല്ലോ. അയാള് പിന്നെ ബർക്കത്തിന് ചെയ്യണമെന്നല്ല. ബർക്കത്ത് നിങ്ങൾക്ക് ചിക്കൻ പൊരിച്ചില്ലാണ്ട് ഇറങ്ങൂലോ. എന്നിട്ട് ഇതുപോലത്തെ ഒരു അന്വേഷണം കിട്ടുമോ? ഇപ്പോഴും വിളിച്ചില്ലേ കോഴി വാങ്ങിക്കണം. ആര്? ആ ഉപ്പാന്റെ പങ്ങള് മരിച്ച് അവിടെ കോഴി തന്നിട്ടുള്ളത്. ഇതെല്ലാം യൂട്യൂബിൽ വരുവേ. നിർബന്ധിക്കണ്ടേ? 2 ദിവസം നിർബന്ധിക്കും, 3-ാം ദിവസം കൂടുന്നു അറിയില്ല.